നമ്മിൽ തന്നൊരേ വരം സുദീപ്തമീ സ്വയം വരം സ്വപ്നം പോലെ നീ സമാഗമം മനം മുഖം സുഹാസിതം ഉയരുകളലിയുന്നുവോ മുകിൽ കുടഞ്ഞ മാറിൽ ഇനി അനുരാഗമാ മധുരമറിഞ്ഞിടാം വിരലുകൾ കോർത്തിടാം അരികിലിരുന്നിടാം സദാ കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ തൊട്ടുതൊട്ടുന്നായി ചേർന്നിരിക്കാം പാട്ടൊന്നു പാടിത്തരാം നാടേറെയായി നമ്മൾ കാത്തിടുമീ മോഹങ്ങൾ പങ്കുവയ്ക്കാം അനുപമ സ്നേഹലോലമാം മറുചിരി തൂകി നിന്നു നാം ഇനി വരും പകലും ഇരവും നിറയുമറിയുരാ നിറങ്ങളാൽ കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ ഒരു പുഴയായൊഴുകുവാൻ ദിശകൾ തേടി നാം പുതുശലഭമതെന്ന പോൽ വനികൾ തേടി നാം പുലരിയിലെത്ര മാത്രകൾ ഇരുമനമൊന്നു ചേർന്നിടാൻ പലവൊരു തനിയുണരും പ്രണയ കാവ്യമായി ഇതാ ഇതാ കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി നൈസ് മോളെ. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും ആക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. സ്നേഹ ചേച്ചി ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. ഓ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടോ? ശരിക്കും ആ സിനിമയില് അവരിരുന്ന് ഡാൻസ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു സ്നേഹ ഇവിടെ ഫ്ലോറിൽ നിന്നപ്പോ. അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പർ. ചോദിക്കാം നമുക്ക്. ചേച്ചി സ്നേഹ, മാം നല്ല പാട്ട് മോള് നന്നായി പാടി. താങ്ക് യു മാം. ആദ്യം ഞാൻ ആ കോറസുകാരെ ഒന്ന് അഭിനന്ദിക്കട്ടെ. അവര് വളരെ ഡൗട്ട്ഫുൾ ആയിട്ട് കൃത്യമായിട്ട് പാടി. അതിനവിടെ അടിയായി. മാജിക് ബീറ്റ്സും മിസ്റ്റിക് രാഗാസും രണ്ടുപേരുണ്ടായിരുന്നു അതില്. ഒരു ഡൗട്ടിലാണ് പോയത്. പടച്ചോനെ നിങ്ങള് കാത്തോളി എന്ന് പറഞ്ഞ പോക്കായിരുന്നു. ശിവാനന്ദൻ കൂടെ കുഴപ്പമില്ലാണ്ട് ലാൻഡായി. നല്ല രസമുള്ള പാട്ടാ മോളെ. ഇത് ഇഷ്ടം പോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും റീൽസും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പാട്ടുകൂടിയായിരുന്നല്ലോ. അപ്പം ഈ നമ്മുടെ ഹാൻസമായ ദുൽഖർ സൽമാൻ അഭിനയിച്ച ഒരു പടം. ബാക്കി ഡീറ്റെയിൽസ് പറയൂ. മൂവി സീതാരാമമാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിശാൽ ചന്ദ്രശേഖർ സർ. ലിറിക്സ് എഴുതിയിരിക്കുന്നത് അരുൺ ആലാട്ട് സർ. പാടിയിരിക്കുന്നത് KS ഹരിശങ്കർ സർ, സിന്ദുരി എസ് മാം. അതെ, മനോഹരമായ ഒരു ഗാനം. നമ്മുടെ ഓർക്കസ്ട്ര പറയാതിരിക്കാൻ വയ്യ. ഒരു വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലാ ക്രിയേറ്റ് ചെയ്തത്. മനോഹരായിരുന്നു. കോറസും മോളും എല്ലാം കൊണ്ടും ഗംഭീരായി.
എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. മോളുടെ ശബ്ദം തന്നെ അതിൽ തന്നെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. അത് ത്രൂ ഔട്ട് ദ സോങ് ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാനത് നോട്ട് ചെയ്തത് ഇടയിലൊക്കെ ചില അനുപല്ലവി തൊട്ടു ആ ഒരു പോർഷനൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി ആവാമായിരുന്നു നോട്ട്സിനെന്ന് തോന്നി. പക്ഷേ സ്നേഹ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഓൾറെഡി ഗോൾഡൻ മൈക്ക് കിട്ടിയത് കൊണ്ട് ഡയറക്റ്റ് എൻട്രി ആണ്. ഇതില് എന്താണ് നമ്മുടെ എലിമിനേഷൻ പ്രോസസ് ഒന്നും സ്നേഹയ്ക്കൊരു വിഷയമായിരിക്കില്ല അല്ലേ സ്നേഹ? അങ്ങനെയില്ല. നന്നായിരുന്നു മോളെ. ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു ചേച്ചി. MG സർ. സ്നേഹ, സർ, ഞാൻ ഈ പാട്ട് സത്യത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേൾക്കാൻ, ഒരു ഇമ്പമുള്ള പാട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യായിരുന്നു, ഈ റൂട്ടിൽ കുറേ പാട്ടുകളുണ്ട്. ഇപ്പം അനുരാഗ കേട്ടിട്ടില്ലേ? ലോല ഗാത്രി. അതുപോലെ തന്നെ തുബടി മാഷാ അല്ല അതുണ്ട്. പിന്നീട് ഓ പ്രിയ പ്രിയ അത് വരുന്നുണ്ട്. ഇന്ദു പുഷ്പം. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ നല്ല സുഖമുണ്ട് കേൾക്കാൻ. നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ. നല്ല. പിന്നെ എനിക്ക് മനസ്സിലാകത്തെ അകാരം രണ്ടാമത്തെ അതൊന്ന് പാടാവോ? അവിടെ ഇല്ലേ ഒരു അവിടെ പെർഫെക്ഷൻ. പിന്നീട് ഈ കാലം നമ്മിൽ തന്നതാരോ ആ ലൈൻ ഒന്ന് പാടാവോ? കാലം നമ്മിൽ തന്നൊരേ വരം സുദീപ്തമേ സ്വയം. സ്വയം ഏത് നോട്ടാണ്? സ്വയം നീതാ ആണോ? അപ്പൊ അത് ആണോ അത്? അതാണ് ഒരു കൺഫ്യൂഷൻ. ആണോ? അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് തെറ്റ് പറയുന്നു. അത് താഴെയല്ലേ ഉള്ളത്? പഠിക്കേ. ഓക്കെ. ഞാൻ ഈ പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ റൂട്ട് കേട്ടാൽ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ നെക്സ്റ്റ് ലൈൻ സ്വപ്നം പോലിനി സുഹാസിതം, അതാണ് എനിക്കറിയണ്ടേ. സ്വപ്നം പോലെ നീ സമാഗമം മനം മുഖം സുഹാസിതം. അവിടെയും ചോദിക്കുന്നേ അതാണോ? സുഹാസിതം അതാണോ? സുഹാസിതം. അത് ക്ലാരിറ്റി വേണം. നമ്മള് പാടുമ്പോൾ കുറച്ച് ക്ലാരിറ്റിയോട് കൂടി പാടുക. തൊട്ട് അത് പഠിക്ക്. തൊട്ടൊന്നായി ചേർന്നിരിക്കാം. അതാണോ? തൊട്ടു അതാണോ? തൊട്ടൊന്നായി ചേർന്നിരിക്കാം. അപ്പൊ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണമായിരുന്നു. പിന്നെ അതുപോലെ നിറയും ഒരു എരിയുമാ നിറങ്ങളാൽ. ആ നിറങ്ങളാൽ ഇനി വരും പകലുമിരവും നിറയുമരിയൊരാ നിറങ്ങളാൽ അല്ലേ? അത് കുറച്ചുകൂടെ കോൺഫിഡൻസോട് കൂടി പാടൂ. അതുപോലെ പുതുശലഭം ആ ഒരു പോർഷൻ. അത് ക്ലാരിറ്റി വേണം നമ്മളെ. എനിക്ക് ആ നോട്ട് മനസ്സിലാവുന്നില്ല. അതാണ് അതിന്റെ കറക്റ്റ്. തരി തരി സരി സരി ആ ഒരു പോർഷൻ. മോള് വെറുതെ പാടി പോവാണ്. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അവിടെ എന്താണെന്ന്. പിന്നെ പുലരിയിൽ എത്ര മാത്രകൾ, അത് അതിൻ്റെയൊക്കെ നോട്ട്സ് ക്ലാരിറ്റി വേണം. പിന്നെ ഇരുമനവും ഒന്ന് ചേർന്നിട്ട് ഇവിടെയൊക്കെ ഈ നോട്ടിനൊരു ക്ലാരിറ്റി ഇല്ലാതെ പോകുമ്പോഴത്തേക്ക് അതാണോ ഇതാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അതുകൊണ്ട് ചോദിച്ചാൽ കോർസ് കലക്കി കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ലൊരു സുഖമുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു പാട്ട് കേൾക്കാൻ. ഈ ഒരു ക്ലാരിറ്റിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നേനെ.
ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. സ്നേഹ, സർ. നല്ല പാട്ട് സ്നേഹ, നല്ല സുഖമുള്ള ഒരു പാട്ട്, നന്നായിട്ട് പാടി സ്നേഹ. താങ്ക് യു. ഈ കൺഫ്യൂഷൻ എന്തിനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരേ ഒരു ചോദ്യം. അതെന്താ ഇപ്പം അണ്ണം പാടിച്ചില്ലേ ഒരു ഏരിയ, അതിന് എന്തിനാണ് അവിടെ ഒരു അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷൻ എന്തിനാണ്? അത് കൃത്യമായിട്ടൊക്കെ പാടി. ഇപ്പോൾ ആലാപം തുടങ്ങിയ രണ്ടാമത്തേൽ ഒരാവശ്യമില്ലായിരുന്നു. ഞങ്ങൾ ആദ്യത്തേത് ആഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തേത് ഈഹി എന്നായി. അങ്ങനെ വരാതെ നോക്കണ്ടേ? ശരത് സർ, എന്താ ഈ മൂവിയിൽ സർ ഒരു പാട്ട് പാടിയിട്ടില്ലേ? സോ വാട്ട്? ഇത് കേട്ടുണ്ടോ ആരെങ്കിലും? അറിയാമോ? ഇത് അണ്ണൻപാടിയാണ്. നിന്നയോരമായെന്നുമെന്നും തോരാമാരിയായി പെയ്തിടാം, പൂവൽ കവിളിലായി ഊർന്നിറങ്ങും മഞ്ഞിൻ തുള്ളിയായി തീർന്നിടാം, തപസിരിക്കുന്നു ജന്മങ്ങൾ വനശലഭമായി ഞാൻ. ഇത് വിശാൽ നല്ലൊരു എന്താ പറയുക, ആത്മാർത്ഥമായി സംഗീത സംവിധാനം ചെയ്യുന്ന ഒരു നല്ല ചക്കരയാണ് വിശാലിൻ്റെ വൈഫാണ് സിന്ദൂരി. എനിക്ക് സിന്ദൂരിയെ ഇഷ്ടം ഒരൊറ്റ കാര്യത്തിലാണ്, സിന്ദൂരിക്ക് ഇത്രേ ഉള്ളൂ ഹൈറ്റ്. അപ്പോൾ എന്തൊക്കെയാലും താങ്ക് യു വിശാലെ, എന്നെ വിളിച്ചല്ലോ പാടാൻ വേണ്ടി. ഇതും എന്താ പറയണ്ട, ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് പെൺപൂവെ. ഞാൻ നിത്യാമാമനും കൂടെ പാടിയതാണ്. ഇത് ഒറിജിനൽ എനിക്ക് തോന്നുന്നത് കന്നഡ ഫിലിമാണെന്നല്ലേ, ദുൽഖറിൻ്റെ കന്നഡ ഫിലിമാണിതെന്നാണ് എൻ്റെ വിശ്വാസം. അറിഞ്ഞൂടാ തെലുഗുവാണ്, തെലുഗു കന്നഡ വാട്ടവർ, എല്ലാ അക്ഷരങ്ങളും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് വലിയ സംഭവമല്ലേ. വളരെ നന്നായിട്ട് പാടി. അപ്പോൾ ഇതിൽ എന്താണ് ഈ ഒരു ചെറിയ കൺഫ്യൂഷൻസ് എന്നാണ്. അതുപോലെ എനിക്കുള്ള പ്രധാനമായിട്ടുള്ളത് പുലരിയിലെത്ര, ഒന്ന് പാടാമോ? ഓക്കെ. പലവൊരു തനിയുണരും പ്രണയ കാവ്യമായി ഇതാ ഇതാണ് പാടേണ്ടത്. അവിടെയൊക്കെ ഒരു ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ നോട്ട് ക്ലാരിറ്റി എന്നുള്ള ചില ആക്സിഡൻറ്റ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് കോമ്പ് ഇപ്പോൾ എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ അതിനൊരു കൃത്യത ഇല്ലെങ്കിൽ അത് മനസ്സിലാവത്തില്ല. ഇപ്പോൾ പാടിയപ്പോൾ എന്ത് മനോഹരമായി, അത് എന്ത് രസമായിരുന്നു അത് കേൾക്കുമ്പോൾ. അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഇനി വെച്ച് പുലർത്തരുത്. സ്നേഹ, ഇതൊക്കെയാലും ഒരു നല്ല പാട്ട് എടുത്തുകൊണ്ട് പോകും, നന്നായിട്ട് തന്നെ പാടി. ഇതുപോലെ ചെറിയ കൺഫ്യൂഷൻസ് പാട്ടിലും ഉണ്ടാകരുത്, ജീവിതത്തിലും ഉണ്ടാകരുത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക. സ്നേഹ സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. നല്ല ഇപ്പം സ്നേഹയുടെ വോയിസ് ഭയങ്കര രസമുണ്ട് കേൾക്കാൻ കേട്ടോ. നേരത്തെ നമ്മൾ എപ്പോഴും ആ സിന്തറ്റിക് ടോൺ ഇങ്ങനെ പറയാം, പക്ഷെ ഇപ്പം ഭയങ്കര ക്ലീൻ, ഭയങ്കര രസമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വിശാൽ ചന്ദ്രശേഖർ അസാധ്യ കലാകാരൻ, ഒരു രക്ഷയില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് ഇതിൻ്റെ ലിറിക്സ് എഴുതിയ അരുൺ ആലാട്ട്. അരുൺ ആലാട്ട് എന്ന് പറയുന്നത് പാട്ടുകാരനാണ്. സ്വപ്നം ഒരു ചാക്ക് അത് പാടിയത് അരുണാണ്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് വടക്കൻ സെൽഫിയിൽ നീലാമ്പലിൻ പാടിയിട്ടുണ്ട്. ഇപ്പം ശരത്തേട്ടനും ഹരിയും പാടാൻ പോകുന്ന പാട്ട് എഴുതിയത് അരുണാണ്. അപ്പം അങ്ങനെ 2 പരിപാടികൾ ഉഗ്രനായിട്ട് ചെയ്യുന്ന ഒരു ഉഗ്രൻ കക്ഷി. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഹരി പാടിയിട്ടുണ്ട്, സിന്ദൂരി മാം പാടിയിട്ടുണ്ട്. മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. സ്നേഹ സർ 9.1 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. MG സർ 9. താങ്ക് യു സർ. താങ്ക് യു ചേച്ചി. സ്നേഹത്തുമ്പി സ്നേഹക്കുള്ള മാർക്സ്. Yes. Thank you, ma'am. Okay, so total 18.1. Super. Superstar!